നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനെത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങിലുള്ള ഹസീൻ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഗപ്പി ഫാമിലി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് ചെയ്യുന്നത് അധികം ഫേമസ് ഒന്നും അല്ലാതെ, പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഗപ്പീസൊക്കെ ബ്രീഡ് ചെയ്യുന്ന ബ്രീഡേഴ്സിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഗപ്പി ബ്രീഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ ചെയ്യാൻ നമ്മുടെ ചാനലിലൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ഹസീൻ. എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഗപ്പികളാണ്. 10 വെറൈറ്റിയുടെ മുകളിൽ വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ പഠിക്കണോ അല്ലെങ്കിൽ? സ്റ്റുഡൻറ്റ് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ ഗപ്പികളൊക്കെ സെലക്ട് ചെയ്യണത് എങ്ങനത്തെ ക്വാളിറ്റിയാണ്? F1 ക്വാളിറ്റി എടുത്തിട്ട് അത് പ്രീമിയം ക്വാളിറ്റിയിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് സെയിലൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പോൾ സെയിലിപ്പോൾ F1 എടുത്ത് നല്ല ക്വാളിറ്റിയിൽ കുട്ടികളെ ഇറക്കി കൊടുക്കണ കാരണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. സെയിലിന് വേറെ കുഴപ്പമൊന്നുമില്ല? ഇല്ല, പ്രീമിയം ഫുഡും എല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി പാണ്ടൂറാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രീഡായിട്ടുള്ള ഫീമെയിൽസിന് സെപ്പറേറ്റ് ഹിക്കാരിയുടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഡ്രൈ ഫീഡായിട്ട് കൊടുക്കുന്നത് B2 കൊടുക്കുന്നുണ്ട്. അത് പുതിയ ഫുഡാണല്ലേ? പിന്നെ ലൈഫ് ഫീഡ് അത് ആർട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കണ്ടല്ലേ? അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് കേജ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്താണ്? ബ്രീഡിംഗ് കേജ് നമ്മൾ ഫീമെയിലിനെ സെപ്പറേറ്റ് മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുക ചെയ്യുക. സെക്ഷൻ ഇതൊക്കെ സെയിലിംഗ് സെക്ഷൻ. കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഫ്രിഡ്ജ് ബോക്സുകളിലേക്ക് ആക്കൂല്ലേ? അത് ഒരു 1.5 മാസം മുമ്പ് ആക്കും. ഇതിൽ ഫ്രിഡ്ജ് ബോക്സ് നല്ല വളർച്ച കിട്ടുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്? അത് 10-25 പീസുകളിട്ട് വളർത്താം. പിന്നെ ഈ സെക്ഷനിൽ വരുന്നത് അത് ചെറിയ കുട്ടികളാക്കണ സെക്ഷനാണ്. ബ്രീഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ട് ആർട്ടീമിയ കൊടുക്കണ ട്രേകളിലേക്ക് ആക്കൂല? ഓരോ ബാച്ച് തിരിച്ചിട്ട് ആർട്ടീമിയ കൊടുത്ത് വളർത്തും. ഇവിടെ ഇങ്ങനെ മെയിലും ഫീമെയിലും സെപ്പറേഷൻ ചെയ്താണ് വളർത്തണം? 1 മാസം മുമ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റികൾ നോക്കണം. ഇതിൻ്റെ പേര് HB മൊസൈക്ക്, ഇന്തോനേഷ്യൻ HB മൊസൈക്ക്. ഇത് നമ്മൾ അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇത് കൊറിയർ പോസിബിൾ ആണ്. അതൊരു 6 മാസം ആയിട്ടുണ്ടാവുള്ളൂ ഇറങ്ങിയിട്ട്. ഇത് HB ബ്ലൂ ഓവർ ടെയിലാണ്. നന്നായി ടെയിൽ ഇറങ്ങും ഇതിന്. ഇത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് കിട്ടുന്ന സ്ട്രെയിനാണ്. ഇതിൻ്റെ പേര് സിംഗ ബ്ലൂ റെഡ് മൊസൈക്ക്. ഇത് അധികം കാലമായിട്ടില്ല മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്. ഇത് രണ്ട് കളർ ഉണ്ട്, റെഡും ബ്ലൂവും. പിന്നെ ബോഡി ലൈറ്റ്
ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതിപ്പോ ഒരു കളറിൽ തന്നെ 2 കളറും ഏതെടുത്താലും 2 കളർ ഇറങ്ങും. കുട്ടികളെ കിട്ടണ ഇത് ഒരു ഈ ഫസ്റ്റ് ബാച്ച് ഒരു 30ന്റെ മുകളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബ്ലൂ ഡയമണ്ടിൻ്റെ റിബണാണ്. എലിഫൻ്റ് ഇയർ വരുന്ന ടൈപ്പാണ്. ഇത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇയറും വരുന്നുണ്ട്. അല്ല കുറച്ച് പഴയത്. ഇത് സിൽവറേഡോയുടെ റെഡ് മൊസൈക്കാണ്. ഇത് ആ നേരത്തെ വെച്ചാൽ സിങ്കാനെ പോലെ തന്നെ 2 കളർ ഇറങ്ങും. ഒരു ബ്ലൂ ഷെയ്ഡും പിന്നെ റെഡും. നല്ല ഡെൽറ്റ ടൈൽ വരുന്ന ബ്രീഡാണ്. ആ മെയ്ത്തുള്ള സിൽവറേഡോ കളറാണ്. ഇത് കുറച്ച് ഉണ്ടാവും. ഇതൊരു കുറച്ച് കിട്ടുമല്ലോ. ഈ 20 ഇവിടെ കിട്ടണല്ലോ. ഇത് HB മെറ്റാലിക്ക HD ആണ്. ഹൈഡ്രോസെൽ വരുന്ന ടൈപ്പാണ്. ഇത് ഇറങ്ങിയിട്ട് 1 കൊല്ലം ആവണേ ഉള്ളൂ. ഇതൊരു അത്യാവശ്യം കുറച്ച് പേരുകൾ കൊടുക്കാനുണ്ടാവും. അത് സെമി അഡൽട്ട് ആണ്. ബ്രീഡിങ് ആവണ സൈസ്. ഹോൾസെയിലായിട്ട് കൊടുക്കണില്ല. ഇതിൻ്റെ പേര് ആൽബിനോ സീത്രൂ കോയാണ്. മെയിൽസിനൊക്കെ ഇതിന് റെഡ് ഇയർ ഇറങ്ങുന്നുണ്ട്. ഒരുവിധം മെയിൽസിനും ഇറങ്ങുന്നുണ്ട് ഇയർ. ക്യാപ്പ് ഇവിടെ 100% സ്റ്റെബിലിറ്റി ഉണ്ട്. ഇത് പേര് വന്നിട്ട് ഗാലക്സി ബ്ലൂ ടൈലിൻ്റെ സോളോ ആണ്. ഈ സോളോ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ടൈൽമേ എക്സ്ട്രാ വരുന്നതാണ്. എക്സ്റ്റൻഷൻ വരുന്ന സോളോ റിബണാണ് വരുന്നത്. ഇതിവിടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അത് കൊടുക്കാം. ഇത് പർപ്പിൾ മൊസൈക്കിൽ തന്നെ നമ്മളിവിടെ ഡെവലപ്പ് ആക്കി വിടുന്ന സ്ട്രെയിനാണ്. പ്ലാറ്റിനം ബോഡി ഇയറും പിന്നെ നല്ല ഡംബോ ഇയറാണ്. HD ടൈപ്പാണ്. ടെയിൽ ക്വാളിറ്റി ഒക്കെ ഹാഫ് മൂൺ രീതിയിലാണ് വരുന്നത്. ഒരു കൊല്ലം മുമ്പ് ഡെവലപ്പ് ആക്കി തുടങ്ങിയ. ഇതിൻ്റെ ജൂനൽ സ്റ്റേജ് ഉണ്ടാവും. അത് നന്നായി വരുന്ന. ഇത് പ്ലാറ്റിനം റെഡ് ടൈലിൻ്റെ ഡംബോ ഇയർ കോയാണ്. ഇത് സെയിലിന് കുറച്ച് നേരം വൈകും. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ട്രെയിനാണ്. സ്റ്റെബിലിറ്റി ആണ് പറയാനായിട്ടില്ല. ഇയർ വരുന്നുണ്ട്. പിന്നെ ടെയില് ഡെൽറ്റ ടൈല് പോലെ വരുന്നത് കട്ടായി പോയൊക്കെ. ഈ ബ്രീഡ് വന്നിട്ട് AFRൻ്റെ ബ്ലൂ ഇയറാണ്. ഇത് കുറച്ച് കൊടുക്കാണ്ട് സെയിലുണ്ട്.
ഇയർ നല്ലതിൽ ഡമ്പ് കളർ വന്നിട്ട് തന്നെ ഇതിപ്പോ നമുക്ക് കൊടുക്കാനുള്ളതാണ് വീഡിയോയിലാണ്. അത് കൊടുക്കാണ്ട് കൊടുക്കാനുള്ളത്. ആ ഇത് ആൽബിനോ റെഡ് പെഗാസസ് ആണ്. നന്നായി ടൈലൊക്കെ ഇറങ്ങും, ഡോർസലും ടൈലൊക്കെ അത്യാവശ്യം ഇറങ്ങണം. ഇതിപ്പോൾ സെയിലുണ്ട്. ഇതൊക്കെ നന്നായി കുഞ്ഞുങ്ങൾ കിട്ടുന്ന ടൈപ്പാണ്. ആൽബിനോ ഇപ്പം ഇത് കുഴപ്പമില്ലാത്ത അത്ര കിട്ടും. സെപ്പറേറ്റ് ബ്രീഡിംഗ് ബോക്സ് അത് വെക്കണം. ഇത് സാഡിൽ ബാക്ക് വൈറ്റ് മൊസൈക്കാണ്. ഇത് നോർമൽ റേറ്റ് വരുന്ന വെറൈറ്റിയാണ്. ചെയ്യാൻ പറ്റിയ അത് കുഴപ്പമില്ല, കുട്ടികളൊക്കെ കുഴപ്പമില്ലാണ്ട് കിട്ടും. നന്നായിട്ട് കുട്ടികളെ ഓടുന്ന ടൈപ്പാണ്. ഇതിപ്പോ ഓൾഡ് ആയിട്ടാണോ അല്ലെങ്കിൽ? അല്ല, ഇത് അധികം ആയിട്ടില്ല, ഒരു കൊല്ലം ആയിട്ടുണ്ടാവില്ല ഇറങ്ങിയിട്ട്. ന്യൂ ലൈനാണ്. ഇത് പ്ലാറ്റിനം കോയിൻ്റെ ന്യൂ ലൈനേജാണ്. ഇത് ചെറുതായിട്ട് ഇയറും ഡോർസലും വരുന്ന ടൈപ്പാണ്. ഇതിപ്പോ നമ്മുടെ വീഡിയോയിലാണ് ബ്രീഡിംഗ് സൈസാണ് അല്ലെങ്കിൽ? ഇതൊരു സെമി അഡൾട്ട് 2.5 കഴിഞ്ഞ് 3 ആവണ ഒരു സ്റ്റേജാണ്. 3 മാസം. ഇതിപ്പോ കൊടുക്കാനാണോ? അത് കൊടുക്കാണ്ട്. ഇത് ഗാലക്സി ക്രൗൺ ടൈലാണ്. ഒരു ചീർപ്പിൻ്റെ ഇതുപോലെയാണ് അതിൻ്റെ ടൈല് വരാം, ക്രൗൺ ഷേപ്പില്. ഇതിവിടെ കുറച്ച് കൊടുക്കാണ്ട്. ഇതിപ്പോ പുതിയ ഐറ്റമാണ്. ഇതിപ്പോ അധികം ആൾക്കാരിൽ കണ്ടിട്ടില്ലാത്ത ഐറ്റമാണ്. ഇത് പുതിയ അങ്ങനെ പുതിയതല്ല, ഒരു കൊല്ലത്തിന് മുകളിലേക്ക് ഇറങ്ങിയിട്ട്. ഇത് ടച്ച് ഡോക്കോയുടെ റിബൺ ലൈനേജാണ്. ഇത് കുറച്ച് ക്വാളിറ്റി കുറവാണ്, തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റിയ റേറ്റ് ഞാൻ കൊടുക്കണ്. അത്യാവശ്യം കൊടുക്കാനുണ്ട് ഇപ്പോൾ. കുറച്ചധികം ഉണ്ടാവും. നന്നായി റിബ് ഇറങ്ങുന്നുണ്ട് എല്ലാത്തിനും. റിബൺ ഉണ്ടല്ലോ. മെയിൽ കുറച്ച് ഷോർട്ടാ, ഫീമെയിൽസ് അതിൽ കൂടുതൽ ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡുകളൊക്കെ പരിചയപ്പെടാം. ഇത് പാണ്ടൂറാസ്. ഇത് നല്ല ക്വാളിറ്റി ബേസിൽ ചെയ്യാൻ പറ്റുന്ന ഫുഡാണ്. നല്ല കളറും ഗ്രോത്തും ഫിഷിന് കിട്ടാൻ വേണ്ടി. ഓക്കെ. പിന്നെ അടുത്ത ഫുഡ് വരുന്നത് അടുത്തത് ബ്രീഡാവാൻ എടുക്കണ ബ്രൂഡുകൾക്ക് കൊടുക്കണതാണ്. ഇത് പ്രോട്ടീൻ കുറഞ്ഞ ഫുഡാണ്. ഇത് ബ്രീഡിങ്ങിനാവാനല്ലേ? ബ്രീഡിങ്ങിന് ഇടുന്ന ഫീമെയിൽസിന് കൊടുക്കണം. ഓക്കെ ഓക്കെ. ഹിക്കാരിയുടെ ഫുഡാണ്. ഓക്കെ ഓക്കെ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കണ ഓട്ടോഹീമി B2 അല്ലേ? B2 കൊടുക്കുന്നുണ്ട്. പ്രോട്ടീൻ നന്നായി സൈസ് കൂടും, പെട്ടെന്ന് സൈസ് വെക്കാനൊക്കെ നല്ല പ്രോട്ടീന് നന്നായിട്ട് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ. നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളൊരു വീഡിയോയിൽ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു.